പലവിധ അടവുകളും നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു നോബൽ സമ്മാനത്തിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ ഈഗോയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളെ നമ്മുടെ സമൂഹത്തിൽ വളരെ വിരളമായിരിക്കുമല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പറ്റിയാണ്. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് വാർത്തകളെ പറ്റിയാണ്. അത് വാർത്തകൾ കണ്ടത് വേറൊരു രീതിയിലാണ്, പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ തോന്നുന്നത് വേറൊരു രീതിയിലാണ്. പ്രിയപ്പെട്ടവരെല്ലാവരും, ഞാൻ പറയുന്ന കാര്യം ഒന്ന് ക്ഷമയോടെ എന്നെ കേൾക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു പക്ഷേ ഇത് കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. അതായത് ഞാൻ പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് ക്ഷമയോട് കേൾക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്കിടെ വന്നിട്ട് പല കാര്യങ്ങളും പറയുവാറുണ്ട്. അദ്ദേഹത്തിന് ഇത് സ്ട്രാറ്റജിയാണോ അല്ലെങ്കിൽ മണ്ടത്തരമാണോ എന്നൊക്കെ നാം പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും കാര്യമാണ്. ട്രംപ് ഒരു ഈഗോയിസ്റ്റിക് മാൻ ആണെന്ന് പല സൈക്കാട്രിസ്റ്റ് വിദഗ്ധരടക്കം പറയാം. നമ്മളിൽ പലരും ഉണ്ടാവില്ലേ. കാരണം എന്താണെന്ന് അറിയാമോ? അതായത് 2016 ഇദ്ദേഹം ആദ്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ബരാക് ഒബാമ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ബിസിനസ്മാൻ ആയിരിക്കും, വളരെ വലിയൊരു ബിസിനസ്മാനായ നമ്മളുടെ ഡൊണാൾഡ് ട്രംപിനെ നിഷിദ്ധമായി വിമർശിക്കുകയുണ്ടായി. അതൊരു ഒബാമയോടുള്ള ഒരു ദേഷ്യം കണ്ടിട്ടാണ് പിന്നീട് അദ്ദേഹം പാർട്ടിയിൽ ചേരുകയും, പാർട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്നു, പാർട്ടിയിൽ ചേരുകയല്ല, അതിന് തലപ്പത്തെത്തുകയും അതിനുവേണ്ടി പൈസ കൊടുക്കുകയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും അദ്ദേഹം വിജയിക്കില്ല എന്ന് സകല എക്സിറ്റ് പോളുകളും എഴുതിയിട്ടും അദ്ദേഹം വിജയിച്ചു കയറി പ്രസിഡന്റ് ആവുകയുണ്ടായി. അതായത് ബരാക് ഒബാമയോടുള്ള ആ ഒരു ദേഷ്യം കൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതും ഇതൊക്കെ ചെയ്തതും എന്നാണ് നമ്മളുടെ പല മാധ്യമങ്ങൾ, നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു. പല വാർത്തകളിലൂടെ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഈഗോക്ക് മറ്റൊരു തെളിവാണ് ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം എന്ന് പറയുന്ന കാര്യം. അതായത് അധികാരത്തിലേറി 8ാമത്തെ മാസം നമ്മുടെ ബരാക് ഒബാമയ്ക്ക് ഒരു സമാധാനത്തിന്റെ നോബൽ സമ്മാനം കിട്ടുകയുണ്ടായി. താനും അതിന് അർഹനല്ലേ എന്ന് ട്രംപ് ചിന്തിക്കുന്നു. ആ ഒരു സാധനം വാങ്ങുവാൻ വേണ്ടി അദ്ദേഹം സ്വന്തം രാജ്യ താല്പര്യങ്ങൾ ബലികരിച്ചു എന്ന് പറയാനൊന്നും കഴിയില്ല. പക്ഷെ അദ്ദേഹം എന്തിനും തയ്യാറാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് അദ്ദേഹമാണെന്ന് വരുത്താൻ ശ്രമിക്കുന്നു. ഇന്ത്യക്ക് തീരുവ കൂട്ടിയതിൽ ചിലപ്പോൾ ഒരു പക്ഷേ റഷ്യൻ എണ്ണയ്ക്കുള്ള സ്വാധീനത്തെക്കാൾ കൂടുതൽ ഇന്ത്യ ഈ ഒരു കാര്യം സമ്മതിക്കണം. അതായത് ട്രംപ് ഇടപെട്ടിട്ടാണ് ഇത് യുദ്ധം നിർത്തിയതെന്നും അത് മാത്രമല്ല അയാൾക്ക് അങ്ങനെ ഒരു നോബൽ സമ്മാനത്തിന് വേണം. പക്ഷെ ഇന്ത്യ ഒരിക്കലും സമ്മതിക്കുന്നില്ല മാത്രമല്ല ഒഫീഷ്യലായിട്ട് പറയുന്നു യാതൊരു ബാഹ്യ ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ നമ്മളോട് അപേക്ഷിച്ചതിന്റെ പേരിൽ മാത്രമാണ് നാം ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് തയ്യാറായത് എന്നുമാണ്. അപ്പോ ഇന്ത്യ മാത്രമാണ് അംഗീകരിക്കാത്തത്, പലരും അംഗീകരിക്കുകയുണ്ടായി. അതായത് ഇറാൻ ഇസ്രയേൽ കോൺഫ്ലിക്റ്റ്, ആഫ്രിക്കയിൽ നടന്ന നമ്മുടെ കംബോഡിയ ആ ഒരു യുദ്ധം ഇയാളാണ് ശ്രമിച്ചത്. പലരും അമേരിക്കൻ ലോക പോലീസാണ്, അതുകൊണ്ട് പലരും പല കാര്യങ്ങളും സമ്മതിക്കുകയുണ്ടായി. അതായത് പാകിസ്ഥാൻ അടക്കം ഇസ്രയേൽ അടക്കം ഇയാൾക്ക് നോബൽ സമ്മാനം കിട്ടണമെന്ന് റെഫർ ചെയ്യുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാനം ഇപ്പോൾ യുക്രൈൻ നമ്മുടെ റഷ്യ യുദ്ധത്തിൽ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. എന്താ പറയുന്നത്? ഇത്ര വലിയ ഉപരോധങ്ങൾ നടത്തിയിട്ട് ഇദ്ദേഹം സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് കൈകൊടുത്തു പോവുകയാണ്. പക്ഷെ യുദ്ധം നിർത്താൻ ഒരിക്കലും കരാറിലായില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും മാധ്യമപ്രവർത്തകരോട് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെന്റ് ചർച്ചയിൽ വളരെയേറെ പുരോഗതിയുണ്ട് എന്ന് തന്നെയാണ്. അത് മാത്രമല്ല ഒരിക്കലും റഷ്യ പിടിച്ചെടുത്ത യാതൊരു സ്ഥലങ്ങളും ഉക്രൈന് വിട്ടുകൊടുക്കില്ല എന്ന് വരെ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈൻ പുറത്തായി എന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. കാരണം അതിനുശേഷം പുടിൻ പറഞ്ഞത് ലോകസമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് നമ്മുടെ ട്രംപ് എന്ന് പുടിൻ വരെ പറയുകയുണ്ടായി എന്ന് അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹത്തിന് നോബൽ സമ്മാനം എന്നൊരു ലക്ഷ്യത്തിലേക്ക് കിടക്കുന്നത്. അദ്ദേഹം പറഞ്ഞു 6 യുദ്ധങ്ങൾ നിർത്തിയത് ഞാനാണ്. ഡൊണാൾഡ് ട്രംപ് പറയുന്ന 6 യുദ്ധങ്ങൾ നിർത്തിയത് ഞാനാണ്. ലോകത്തിന്റെ സമാധാനകാംക്ഷിയായിട്ട് ഇടപെടാൻ പറ്റുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തി ഞാൻ തന്നെയാണ്. പിന്നെ കളിക്കുന്നുണ്ടെങ്കിൽ ജയിക്കാനായി കളിക്കണം, അല്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുത്, ഒന്നാമനാകണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതായത് ഈ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ചത് ഇതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഈഗോയിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, ഈ ജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു മനുഷ്യനാണെന്നാണ്. അവസാനം ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഫോക്സ് വിത്ത് ഫ്രണ്ട്സ്, അതായത് ഫോക്സ് ന്യൂസ് ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ചൊവ്വാഴ്ച. അതായത് ഇന്നലെ ഫോക്സ് വിത്ത് ഫ്രണ്ട്സ് എന്നും പറഞ്ഞത് അതിനകത്ത് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുകയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് എനിക്ക് സ്വർഗത്തിൽ പോകണം, പക്ഷെ എന്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ട് എനിക്ക് അവിടെ പോകാൻ യാതൊരു സാധിക്കുന്നില്ല. അതായത് വളരെയേറെ മോശമാണ്. അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തും സമാധാന കരാറിൽ ഏർപ്പെടുത്തുന്നതോടുകൂടി, അതിനൊരു ശമനം ഉണ്ടാക്കുന്നതോടുകൂടി ചിലപ്പോൾ ആ ഒരു ശ്രേണിയിലേക്ക്, ആ ഒരു പാതയിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് കഴിയും. കാരണം അവിടെ ഒരുപാട് പേര്, 7000-ഓളം പേര് ആണ് ഒരു ദിവസം മരിച്ചു വീഴുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്.
അപ്പോൾ ഇത് മരിച്ചു വീഴുന്നത് അമേരിക്കക്കാരല്ല, ഒരിക്കലും എനിക്ക് ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യവുമില്ല. പക്ഷേ അവിടെ മരിച്ചു വീഴുന്നത് റഷ്യൻ സൈനികരും ഉക്രൈൻ സൈനികരുമാണ്. രണ്ടുപേരും പ്രതിപാദിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. രണ്ടാമത്തെ കാര്യം, ഇതിന് ചില ബോംബുകൾ കീവിലും മറ്റു പരിസരങ്ങളിലും വീഴുമ്പോൾ സാധാരണക്കാരെ കൊല്ലപ്പെടുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ നാം എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയി. അദ്ദേഹം ചേഞ്ച് ആയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ സമാധാനം കാംക്ഷിക്കുകയാണ് എന്നല്ലേ. പക്ഷേ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. നാം ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് മാറ്റുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് കയ്യെത്തും ദൂരത്തേക്ക് നാം അടുപ്പിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം വളരെ തമാശ രൂപത്തിൽ 79കാരനായ ട്രംപ് പറയുകയുണ്ടായി, അതായത് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും അവസാനത്തെ യാത്രികനായിരിക്കും ഞാൻ, ഒരിക്കലും എനിക്കത് പ്രാപ്യമാവാൻ കഴിയുകയില്ല, കാരണം ഞാൻ എൻ്റെ പ്രീവിയസ് ലൈഫ് ഹിസ്റ്ററീസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ലോകസമാധാനത്തിനായി നിലകൊണ്ടാൽ ഉക്രൈനും റഷ്യയും തമ്മിൽ അവിടെ ഒരുപാട് സാധാരണക്കാരും പട്ടാളക്കാരും മരിച്ചു വീഴുന്നു. ആ ഒരു ജീവനൊക്കെ രക്ഷിച്ച ഒരാളാണ് ഞാൻ എന്ന ഒരു രീതിയിൽ വരികയാണെങ്കിൽ എനിക്ക് ആഫ്റ്റർ മൈ ലൈഫ് എനിക്കൊരു സ്വർഗം പ്രാപിക്കുവാൻ ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ സ്വർഗം കിട്ടുവാൻ സാധിക്കും. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം മതപരമായ പല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുവെന്നും പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം രണ്ടാമത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് അമേരിക്കയെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം വീണ്ടും എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന ആ ഒരു രീതിയിലുള്ള ഒരു വാക്കുകളാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നുണ്ടായത്. അപ്പോൾ അദ്ദേഹം ഒരു ഭക്തിയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞു. തീർച്ചയായും അദ്ദേഹം 100% ജെന്യുവിൻ ആയിട്ടാണ് ഈ ഒരു കാര്യം, അതായത് ലോക സമാധാനത്തിന് വേണ്ടി വർത്തിക്കുന്നത്, കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് പല മാധ്യമങ്ങളും വരെ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ മാറുമ്പോൾ ട്രംപ് ഒരു വിശുദ്ധനായ ഒരു മനുഷ്യനായി മാറുകയാണോ, അല്ലെങ്കിൽ ആത്മാർത്ഥമായി നാം വിശ്വസിക്കുന്നുണ്ടോ ഇയാൾക്ക് നോബൽ സമ്മാനമല്ല ലക്ഷ്യം, ലോകത്തിന്റെ യുദ്ധം ഒക്കെ ഇങ്ങനെ നിർത്തി സമാധാനം കാംക്ഷിച്ചുകൊണ്ട് ആ ഒരു നല്ലൊരു മനുഷ്യനിലേക്കുള്ള ഒരു ആളായിട്ട് ആത്മാർത്ഥമായാണ് അതൊക്കെ ചെയ്യുന്നതെന്ന് നാം സ്വാഭാവികമായി ചിന്തിച്ചു പോയാൽ നമ്മളെ ആർക്കും തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമല്ലേ. നാം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നാം എല്ലാ ലോക രാജ്യങ്ങൾ ഇങ്ങനെയൊക്കെ സംബന്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിന് ഒരു നോബൽ സമ്മാനത്തിനുള്ള ഒരു നോമിനേഷൻ പോകാൻ സാധ്യതയില്ല, അത് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ലേ തോന്നുന്നത്? എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണ് തോന്നുന്നത്. എന്നേക്കാൾ വ്യത്യസ്തമായ അഭിപ്രായക്കാരായിരിക്കും നിങ്ങൾ. പക്ഷെ എനിക്ക് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ചിന്തിച്ചത് ഇതും അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗം തന്നെയാണ് എന്ന് ചിന്തിക്കുവാനാണ് എനിക്ക് ഇഷ്ടം, എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് നിങ്ങൾ ആരോഗ്യകരമായ കമന്റുകളിലൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തെറി പറയുവാനല്ല ഉദ്ദേശിച്ചത്. അപ്പോ ഇത്ര നേരം എന്നെ ക്ഷമയോടെ ആരെങ്കിലും കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.